ആദ്യമായിട്ടാണ് ഒരു ഫിലിമിൽ ഇത്രയധികം മീഡിയനാണ്. ഫുട്ബോളിൻ്റെ സമയത്ത് ഞാൻ ഇഷ്ടംമാതിരി മീഡിയൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുണ്ട്. അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പി ടി മാസ്റ്റർ ഒരു റോൾ ഉണ്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ പോലീസല്ല വില്ലനായിട്ട് അഭിനയിക്കില്ല, അല്ല ഈ മോന്തം കൊണ്ട് വേറെ എന്ത് ചെയ്യാനേ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ പടത്തിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പം മണിഭായി പറയാറുണ്ട്, മണിഭായി പറയും എടാ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 5 കൊല്ലം തൊട്ടേ ഒരു പി ടി മാഷാവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പി ടി മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലോ. ഞാൻ മറ്റുള്ള റോളൊക്കെ ചെയ്യുന്നത് പടത്തിൽ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷ്ണുവിനോടും അല്ല ഡയറക്ടറോടും നന്ദി പറയാം. പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ആ ഒരു ഫൈറ്റ് സീൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു. ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലിടാൻ പറ്റുന്ന എന്തുള്ള ചോദിച്ചു. അപ്പം അറിയുന്ന സാധനം അതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അല്ല എന്താ മാതിരി പോടാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. സാർ ട്രൈ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അതാണ് കിട്ടിയത്. അത് സാറ് സൂപ്പറായിട്ട് എടുത്ത് വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചതിന് ഡയറക്ടറോടും അല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലേ അവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇത് സ്ക്രിപ്റ്റിലുള്ളതാണ്. പിന്നെ അത് എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നട്ടപ്പുറം വെയില്, അവിടെ 12 മണിയില്ലേ ഉടക്കത്തെ വെയില്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സാറവിടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യണേ. ഞാൻ നോക്കുമ്പോൾ കുറെ പഞ്ഞിൽ പെട്രോളൊക്കെ ഒഴിച്ച് അല്ല ഡീസലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുക. ഒന്നാമത് ഈ ചൂടും വെയിലിൻ്റെ ചൂടും പിന്നെ ഇതും. അപ്പം ഞാൻ വെച്ചാൽ സാർ ഇത് അഫെക്ഷൻ, അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ പടം കണ്ടപ്പോഴാണ് അതിന്റെ എഫക്റ്റ് മനസ്സിലായത്. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് പന്ത് കളിക്കുന്ന ഇഷ്ടംമാതിരി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഷാർപ്പ് സെക്കൻഡ് ചെയ്യണതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് മാസം ചെയ്ത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല വെയിലും ഇതിന്റെ ചൂടും ഒക്കെ കൂടിയപ്പോ ഞാൻ കുറച്ച് കറുത്തു. അതാണ് അതിലുണ്ടായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു മാസ്റ്റർ. What's Vijan sir telling one point, but one point வந்து dust வந்து அடிக்கிற அந்த மண்ணை அடிக்கும். அப்புறம் இந்த குழந்தைங்களை வெளியில இருந்து கல்லு தூக்கி போடுறப்ப it'll go to the bad guys and good guys. இதெல்லாம் இருக்கு. അല്ലാതെ വിജയേട്ടന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസർ കിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അന്നോടുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഞങ്ങൾക്കത് ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അല്ല ചേട്ടൻ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ആ സിസർ കട്ട് അതെ പ്ലാൻ